ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 1-ാം വാരം ബുധനാഴ്ച, ഡിസംബർ 3-ാം തീയതി. ലോകം കണ്ട മഹാമിഷണറിമാരിൽ ഒരാളായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നത് മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഭാരതമണ്ണിൽ സുവിശേഷമെത്തിച്ച മഹാമിഷണറി വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ അനുസ്മരിക്കാനും നമുക്കുണ്ടാകേണ്ട മിഷണറി ചൈതന്യത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഈ വചനഭാഗം നമ്മെ സഹായിക്കുന്നു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഈശോ പറഞ്ഞ അവസാന വാക്കുകളാണ് ഈ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. താൻ തുടങ്ങിവെച്ച ദൗത്യം തുടരാനായി നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ വാക്കുകളിലൂടെ യേശുനാഥൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ആദ്യമായി ഈശോ പറയുന്നത് പോകാനാണ്, അല്ലാതെ അനങ്ങാപ്പാറ പോലെ നിൽക്കാനല്ല. ഈ പോവുക എന്നതിന് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ക്ഷമയോടുകൂടി നമ്മുടെ ഭവനങ്ങളിലേക്ക് പോവുക, സത്യസന്ധതയോടുകൂടി നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് പോവുക, അനുകമ്പയോടുകൂടി നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് പോവുക, കരുണയോടുകൂടി മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് പോവുക എന്നൊക്കെ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈശോ പറയുക പോകുന്നിടത്തൊക്കെ സുവിശേഷം അറിയിക്കുക എന്നതാണ്. കുറ്റപ്പെടുത്താനോ തർക്കിക്കാനോ ശാപവാക്കുകൾ പറയാനോ പരാതിപ്പെടാനോ അല്ല അവിടുന്ന് പറയുന്നത്, മറിച്ച് സുവിശേഷം അറിയിക്കാനാണ്. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്, അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിലേക്ക് എത്തുക എന്നതാണ് നിന്റെ ജീവിത ലക്ഷ്യം. നിന്റെ തെറ്റുകൾ ദൈവം ക്ഷമിക്കുന്നു. അവിടുന്ന് പാപത്തെയും മരണത്തെയും കീഴടക്കിയിരിക്കുന്നു. ജിറയുമ്പോഴും അവിടുന്ന് പ്രത്യാശയുടെ കരങ്ങൾ നീട്ടുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് സുവിശേഷം അറിയിക്കലാണ്. ഇങ്ങനെ ലോകത്തിന് സുവിശേഷം നൽകാനാണ് നമ്മൾ പോകേണ്ടത്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ ജീവിതത്തിൽ ഈ വചനങ്ങൾ അക്ഷരം പ്രതി അനുവർത്തിച്ചതായി നമുക്ക് കാണാം. മഹാമിഷണറിമാരിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞാൽ 2-ാം സ്ഥാനം വിശുദ്ധ ഫ്രാൻസിസ് സേവറിനാണെന്ന് പരക്കെ പറയാറുണ്ട്. ഇന്ത്യ, ജപ്പാൻ എന്നിവിടങ്ങളടക്കം ഏഷ്യയിലെ തെക്ക് കിഴക്ക് ഭാഗങ്ങൾ പലതും അദ്ദേഹം സുവിശേഷം അറിയിക്കാൻ കടന്നു ചെന്ന ഇടങ്ങളാണ്. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിച്ച് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മിലെ മിഷണറി ചൈതന്യം കൂടുതൽ ജ്വലിക്കട്ടെ. സുവിശേഷം അറിയിക്കാൻ നമ്മുടെ ജീവിതങ്ങൾ സുവിശേഷമായി മാറട്ടെ.